ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ജുവാന ആൻഡ് ജുവൽ. നമ്മൾ അപ്പം പെസഹായുടെ കലത്തപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് ഇടിയപ്പം പൊടിയോ അപ്പം പൊടിയോ ഏത് പൊടി വേണമെങ്കിലും എടുക്കാം. നമ്മൾ പാക്കറ്റ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഓൾറെഡി റെഡി ടു യൂസാണ്. അതാണ് നമുക്ക് എളുപ്പവും ഈ ഡ്യൂട്ടിയുടെ ഇടയ്ക്കും ബാക്കിയുള്ള കാര്യത്തിൽ അതന്നെ എളുപ്പം. പിന്നെ വേണ്ടത് കറിവേപ്പില, പിന്നെ നാരകത്തിൻ്റെ ഇല, രണ്ടും ഫ്രഷാണ് കേട്ടോ നല്ലത്. പിന്നെ ചുവന്നുള്ളി ഒരു 250 ഗ്രാമോളം ഉണ്ട്. ഇത് ചുവന്നുള്ളിയുടെ കൂടെ തന്നെ ഒരു തേങ്ങയുടെ ചെറുതായിട്ട് കൊത്തായിട്ട് അരിഞ്ഞ പീസുകൾ. അപ്പം ഈ 3 ഇൻഗ്രീഡിയൻസാണ് മെയിനായിട്ട് ഇതിനകത്തുള്ളത്. നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും വറുത്ത് കോരി വയ്ക്കണം. അപ്പോൾ നാരകത്തിൻ്റെ ഇലയും കറിവേപ്പിലയും മിക്സ് ചെയ്താണ് നമ്മൾ വറക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക. ടേസ്റ്റ് നല്ലതായിരിക്കും. ഓയിലിനേക്കാൾ നല്ലത് വെളിച്ചെണ്ണയാണ്. അതുപോലെ തന്നെ ബാക്കി ചെറിയുള്ളിയും നമ്മൾ അതേപോലെ തന്നെ നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തിട്ട് അതും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വറുത്ത് വന്നപ്പോൾ ഇതാണ് നമ്മുടെ ആഫ്റ്റർ എഫക്റ്റ്. ചുവന്നുള്ളി, കറിവേപ്പില, നാരകത്തിൻ്റെ ഇല ഉണ്ട്. ഇതുപോലെ നല്ലതായിട്ട് വറുത്ത് പൊടിയാം. ഇല നന്നായിട്ട് പൊടിഞ്ഞിരിക്കുകയാണ് നല്ലത്. പിന്നെ തേങ്ങാക്കൊത്ത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതിൻ്റെ മാവാണ്. നമ്മൾ അരിപ്പൊടി കലക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉഴുന്ന് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് പൊടിയരുത്. പിന്നെ തേങ്ങ, ജീരകം, വെളുത്തുള്ളി ഇതെല്ലാം കൂടി അരച്ചിട്ട് ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് പൊങ്ങാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ കലക്കണ മാവിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് നന്നായിട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ല. പെസഹായ്ക്ക് മാത്രമേ നമ്മളിത് ഉണ്ടാക്കാറുള്ളൂ. അപ്പം ഇതുപോലെ നന്നായിട്ട് ആ മാവിൽ എല്ലായിടത്തും ഈ വറുത്ത സാധനങ്ങൾ മിക്സ് ചെയ്യുക. എല്ലായിടത്തും മിക്സ് ചെയ്തെന്ന് ഉറപ്പായ ശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ മിക്സർ ഇത്രയും പാകമാണ് കേട്ടോ പാടുള്ളൂ. ലൂസായി പോകരുത്. നമ്മൾ ശരിക്കും ഇത് തവിയും കൊണ്ട് പരത്തി കൊടുക്കുകയാണ്. അപ്പം ഇതുപോലെ നമ്മൾ നന്നായിട്ട് പരത്തി കൊടുക്കുക. പരത്തി ബാക്ക് സൈഡും അതിൻ്റെ അടിവശവും മുകൾവശവും നന്നായിട്ട് മറച്ചിട്ട് വേവിക്കണം. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ വറകലത്തിലാണ് ഉണ്ടാക്കുന്നത്. ഉരുളിയിൽ വെച്ച് അടുപ്പിൽ വെച്ചിട്ട് വറകലം വെക്കും. അപ്പോൾ വറകലത്തിൽ തീക്കനലിട്ട് മേലിനും അടിയിലും ഒരേപോലെ കനലെടുത്താണ് ചുരുങ്ങുക. അപ്പോൾ നമുക്ക് ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്ത കാരണം നമ്മൾ ഫ്രൈങ് പാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഉണ്ടാക്കി വന്നപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കലത്തപ്പം ഉണ്ടായിരുന്നത്. നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. വീഡിയോയിൽ ഒത്തിരി കുറവുകളുണ്ടെന്നറിയാം. അതെന്താണെന്ന് വെച്ചാൽ പ്രാവശ്യം പെസഹായ്ക്ക് ഓഫ് കിട്ടിയില്ല. അപ്പം അമ്മച്ചി തന്നെയാണ് കലത്തപ്പവും പെസഹാപ്പവും പാലും അങ്ങനെ എല്ലാം ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ വീഡിയോയും കൂടി എടുക്കേണ്ടി വന്നത് കാരണം കുറച്ചൊരു ലാഗ് ഇൻ ബിറ്റ്വീൻ വന്നിട്ടുണ്ടെന്നറിയാം. അപ്പോൾ അടുത്ത പെസഹാപ്പം ഉണ്ടാക്കുമ്പോൾ അത് ഒന്നും കൂടി മേക്ക് ഓവർ ചെയ്യാനായിട്ട് ഞങ്ങൾ നന്നായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഉറപ്പ് വരും. അപ്പോൾ ഈ കലത്തപ്പത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പെസഹ ആശംസകൾ.